നമസ്കാരം, നുറുങ്ങിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ കൊണ്ടൊരു വ്യത്യസ്ത തരമായ കറി തയ്യാറാക്കാം. സാധാരണ നമ്മൾ പൈനാപ്പിൾ കൊണ്ട് മോരുകറി, പച്ചടിയൊക്കെയാണ് വെക്കാറ്. നമുക്കിന്നൊരു വേറൊരു തരം കറി വെച്ച് നോക്കാം. നമുക്കൊരു മസാല തയ്യാറാക്കാനുണ്ട്. അതിന് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. ഉഴുന്നും ഉലുവയും ഒരുമാതിരി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിത്തിരി പെരിഞ്ചീരകവും കുരുമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാട് മൂക്കണ്ട. നല്ലോണം മൂത്തതിന് ശേഷമല്ല നമ്മൾ അരയ്ക്കുന്നത്. നല്ലോണം മൂക്കണ്ട തേങ്ങ. ഒരുമാതിരി ഒന്നങ്ങ് മൂത്താൽ മതി. നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും ഉഴുന്നൊക്കെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നത് ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വെച്ചൊന്ന് ഇളക്കിയൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവാനായിട്ട്. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.